തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറെ കേൾക്കുന്ന ഒരു പദമാണ് ഹിന്ദി ഹൃദയഭൂമി. ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേട്ടങ്ങളുടെ പ്രധാന കാരണവും ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടി നടത്തുന്ന അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം നടത്തുന്ന വലിയ തോതിലുള്ള തേരോട്ടമാണ്. അത് 2009 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ വളരെ പ്രകടവുമാണ്. മുൻകാലങ്ങളിലും BJPയുടെ ശക്തി കേന്ദ്രം അവിടെ തന്നെ ആയിരുന്നു. 80-84 തെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ 80-80 BJP ഇല്ല. BJP പുതിയതായി രൂപപ്പെട്ട പാർട്ടിയാണ്. 84 ഇന്ദിരാഗാന്ധി മരിച്ച സമയത്തുണ്ടായ സഹതാപ തരംഗത്തിന് തേരിലേറി കേവലം 2 സീറ്റിലേക്ക് BJP തുടങ്ങുകയാണ്. ഹമ്പിൾ ഒരു ബിഗിനിങ് ആണ്. 89 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ പടിപടിയായി ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു വന്നതെല്ലാം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കിട്ടുന്ന അനുകൂലമായ പ്രതികരണങ്ങളുടെ തേരിലേറിയാണ്. മധ്യപ്രദേശ് അതാണ് ഇന്ത്യയുടെ ഹൃദയഭാഗം. ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഗുജറാത്ത് എല്ലാം ഹിന്ദി സംസാരിക്കുന്ന, രാജസ്ഥാനി ആണെങ്കിലും രാജസ്ഥാനിലും ഹിന്ദി സംസാരിക്കും. ഗുജറാത്തി ആണെങ്കിലും ഹിന്ദി സംസാരിക്കും. ഉത്തർപ്രദേശാണ് ഹിന്ദി ഹൃദയഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം. അത് കഴിഞ്ഞാൽ ബീഹാർ, ജാർഖണ്ഡ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ അടങ്ങുന്ന, പിന്നെ ഡൽഹിയുടെ ചുറ്റുപാടുമുള്ള ഹരിയാനയും ഒക്കെ ചേർന്ന സംസ്ഥാനം. ഇവിടെ എല്ലാം സംസാര ഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ട് ഭാരതത്തിന്റെ ഹൃദയഭൂമി, ഭൂമിശാസ്ത്രപരമായ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, മധ്യഭാഗത്തും വടക്ക് ഇന്ത്യയിലും സ്ഥിതി ചെയ്യുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ വേരോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ, ആഴത്തിൽ വേരോട്ടം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ഭരിക്കാനാവൂ എന്നതാണ് എക്കാലത്തെയും രാഷ്ട്രീയ സമവാക്യം. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഉത്തർപ്രദേശിലൊക്കെ മുൻകാലങ്ങളിൽ, നെഹ്റുവിന്റെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തുമൊക്കെ ഉത്തർപ്രദേശിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും, 80 സീറ്റുകൾ ഉത്തർപ്രദേശിൽ മഹാഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസ് പാർട്ടിക്ക് ആയിരുന്നത് കൊണ്ടാണ് തുടർച്ചയായി 1977 വരെ തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞതും. 77 തെരഞ്ഞെടുപ്പിൽ ഹിന്ദി മേഖലയിൽ നിന്നും, ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയെ കംപ്ലീറ്റ് അടപടലം വേരോടെ പിടിതെറിഞ്ഞ സംവിധായകർ. അങ്ങനെയാണ് ജനതാ പാർട്ടി വരുന്നത്. ജനതാ പാർട്ടിയൊക്കെ തകർന്ന് പല പാർട്ടികളായി മാറി. BJP ഇന്ന് അതിന്റെ ഏറ്റവും പ്രമുഖ കമ്പോണന്റായ BJP ആണല്ലോ ഇപ്പോൾ ഭരണത്തിൽ. ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം, രാഹുൽ ഗാന്ധിയുടെ എൻട്രി ഇൻടു ഉത്തർപ്രദേശ്, റായ്ബറേലി, അത് BJPയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമോ? ഹിന്ദി ഹൃദയഭൂമിയിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും കഴിയുമോ? അങ്ങനെ കോൺഗ്രസിന് കൂടി വലിയ സ്വാധീനമുണ്ടെന്ന് കരുതപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ സീറ്റുകളുടെ നേട്ടത്തോടൊപ്പം ഉത്തരേന്ത്യയിൽ BJPയുടെ പ്രഭാവം കുറച്ചുകൊണ്ടുവന്ന് ഒരു പക്ഷെ ഭരണത്തിലെത്താൻ പോലും ഇന്ത്യ മുന്നണിക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. എന്റെ അഭിപ്രായത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്പോഴും പ്രധാന കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഉത്തർപ്രദേശ് ആണല്ലോ പ്രധാന സംസ്ഥാനം. ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 62 സീറ്റ് നേടിയ BJP അതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രാമതരംഗത്തിന്റെ ചിറകിലേറി അത് സംഭവിക്കും. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അതിന്റെ അനുരണങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നു. പക്ഷേ അഖിലേഷ് യാദവും, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും കോൺഗ്രസിന്റെ പ്രധാന മുഖമായ രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ചേർന്ന് ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് രംഗം ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുക്കേണ്ട ഒരു യോഗം, അവർ വേദിയിൽ നിൽക്കെ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ആവേശപൂർവ്വം ജനങ്ങൾ വേദിക്കരിയിലേക്ക് ഓടി വരികയും അങ്ങനെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ജനത്തോട് പ്രസംഗിക്കാൻ പോലും വിസമ്മതിക്കുകയും ചെയ്തുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു സംഭാഷണമായി ആ യോഗത്തെ മാറ്റിയെടുക്കുകയും ജനങ്ങളുടെ ആവേശത്തിൽ അവരും കൂടെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ്. ഈ ആവേശം മുൻ തെരഞ്ഞെടുപ്പുകളിൽ അത്ര പ്രകടമല്ലായിരുന്നു. ഇപ്പോൾ കാണുന്ന സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഏകോപനം വലിയ കല്ലുകടിയില്ലാതെ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഏകോപനം വോട്ടായി മാറിയാൽ ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈവശമിരുന്ന ഏതാനും സീറ്റുകൾ ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും ജയിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലായി എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ്. 50% വോട്ടുകളുടെ എങ്കിലും വ്യത്യാസം, 50% കൂടുതൽ വോട്ട് ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശിന്റെ പകുതിയിലധികം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം BJP ജയിച്ചു വന്നത്. മൊത്തം കണക്കെടുത്താൽ BJPയുടെ ടാലിയായ ഇന്ത്യയിലെ മൊത്തം 303 സീറ്റുകളിൽ 231 സീറ്റുകൾ 50%-ലധികം വോട്ട് നേടിയാണ് BJP ജയിച്ചത്. അതിൽ നല്ലൊരു പങ്ക്
ഉത്തർപ്രദേശിലും മധ്യ ഇന്ത്യയിലുമാണ്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര മേൽക്കോയ്മ നേടാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുമോ എന്നതാണ് ഇവിടെ ചോദ്യം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ സ്വാഭാവികമായി കടുത്ത മത്സരം ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ശ്രദ്ധാകേന്ദ്രമായി മാറും. ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും പ്രതീക്ഷ വെക്കുന്നത് ബംഗാളിലും ഒറീസയിലുമാണ്. ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ 42-ൽ 18 എന്ന ടാലി 20-ലധികമായി മാറ്റാമെന്ന് BJP ആഴത്തിൽ വിശ്വസിക്കുന്നു. മമതാ ബാനർജിക്കെതിരെയുള്ള ചില നീക്കങ്ങൾ, മമതാ ബാനർജി വളരെ ചില ആളുകളുടെയെങ്കിലും മനസ്സിൽ അപ്രീതിക്ക് പാത്രമായിരിക്കുന്നു. സന്ദേശ് ഖാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മമത പ്രതിരോധത്തിലുമാണ്. ഒറീസയിൽ ബിജു ജനതാദളിന്റെ ഒരു ദീർഘകാലത്തെ തേരോട്ടം അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്രാവശ്യം BJPക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നു. അങ്ങനെ 21 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി BJP ഒറീസയിൽ നിലഭദ്രമാക്കും. അപ്പൊ ഉത്തർപ്രദേശിൽ 62+2 64-ൽ നിന്നും ഏറെ മുന്നോട്ട് പോകാൻ BJPക്ക് ആയില്ലെങ്കിൽ പോലും ബംഗാളിലും ഒറീസയിലും സഖ്യകക്ഷിയായ ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശത്തിന്റെയും ചിറകിലേറി BJPക്ക് മുന്നോട്ട് പോകാനാവും. അതുകൊണ്ട് BJP പൊതുവെ പറഞ്ഞു വെച്ച 370 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടാനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയും ഒരുപക്ഷെ വ്യക്തമായ ഭൂരിപക്ഷം, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോഴും BJPക്കുണ്ട്. ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രകളും രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷിന്റെയും പ്രചരണങ്ങളും അനക്കമുണ്ടാക്കി എന്നത് ശരിയാണ്. പക്ഷെ BJPയെ അട്ടിമറിക്കാൻ തക്ക രീതിയിലുള്ള ഒരു തരംഗമായി അത് വളരും എന്ന് ഇപ്പോഴത്തെ നിലയിൽ കരുതാനാവില്ല. അതുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്പോഴും BJPക്ക് തന്നെയാണ് മേൽക്കൈ. എന്നാൽ മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒരുപക്ഷെ രാജസ്ഥാനിലും, ഗുജറാത്തിൽ 1-2 സീറ്റുകൾ മാത്രമേ കടുത്ത മത്സരമുള്ളൂ, രാജസ്ഥാനിൽ ഉൾപ്പെടെ ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏതാനും സീറ്റുകൾ, 3-4 സീറ്റുകൾ രാജസ്ഥാനിൽ നേടാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും. മധ്യപ്രദേശിലും ഇപ്പോഴത്തെ ഒരു സീറ്റിൽ നിന്നും സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞേക്കാം എന്ന ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഉത്തർപ്രദേശിൽ കാര്യമായ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ടാലി നിലനിർത്തി ലേശം മെച്ചപ്പെട്ട ഒരു പ്രകടനവും ഒരുപക്ഷെ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് BJPയുടെ ആകാശത്തെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമല്ല എന്നാണ് എന്റെ അഭിപ്രായം.